സംസ്ഥാന BJPയുടെ ഇരട്ടത്താപ്പിന്റെ പ്രശ്നത്തിനേക്കാൾ അപ്പുറത്ത് വേറൊരു കേസ് കൂടെ ഉണ്ട്. കാരണം ഈ അറസ്റ്റ് എന്തിനു വേണ്ടിയാണ്? ഇല്ലാത്തൊരു കാര്യം കേസാക്കി കെട്ടിച്ചമച്ച് അവരെ അറസ്റ്റ് ചെയ്ത് 9 ദിവസം ജയിലിൽ പാർപ്പിച്ചു. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടി എടുക്കുന്നത്? അവർ ജയിലിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഇറങ്ങും. കാരണം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പറയാത്ത ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല, ഉണ്ടെന്നൊരു ആക്ഷേപവും ഇല്ല. അപ്പൊ അവരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി NIAക്ക് കേസ് റെഫർ ചെയ്ത് കൊടുത്ത് NIA കൊണ്ട് തിരക്കിക്കണം എന്നുള്ളതായിരുന്നു ഈ ഗൂഢോദ്ദേശം ഉണ്ടായിരുന്ന ആളുകളുടെ പദ്ധതി. NIA കേസെടുക്കാൻ പറ്റില്ല. ഈ കേസ് NIA എടുക്കണമെന്നൊരിക്കൽ ഒന്ന് ദേശവിരുദ്ധ പ്രവർത്തനം ഉണ്ടാകണം, അല്ലെങ്കിൽ അട്ടിമറി ശ്രമം ഉണ്ടാകണം. ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ അട്ടിമറി ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ ഈ എടുത്തിരിക്കുന്ന കേസ് കള്ളക്കേസാണ്. ആ കള്ളക്കേസ് എന്തിനെടുത്തു എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. ആരെടുത്തു എന്നുള്ള രണ്ടാമത്തെ ചോദ്യമുണ്ട്, ആര് പറഞ്ഞിട്ടെടുത്തു എന്നുള്ള മൂന്നാമത്തെ ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് വരുമ്പോൾ ഉള്ളി തൊലിച്ചതുപോലെ തന്നെ ഈ കേസ് ഇല്ലാതാകും. പക്ഷെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായി ശക്തമായ രൂപത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ വാക്കല്ലേ മോഡി ശ്രദ്ധിക്കൂ. അപ്പൊ പ്രധാനമന്ത്രി മോഡിയെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു കാര്യവും പറയാൻ കഴിയില്ല എന്നുള്ളതിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളും ഉണ്ടാകാം. മോഡിക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിലോ അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടായെങ്കിലോ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വിരുദ്ധമായി പെരുമാറുന്നത് ശരിയാണോ എന്നൊക്കെ ആലോചിച്ചത് കൊണ്ടായിരിക്കും ശ്രീ പിണറായി വിജയൻ അതിനെക്കുറിച്ച് അഭിപ്രായമേ പറയാത്തത്.